ഇപ്പോൾ മറ്റൊരു പോലീസ് അതിക്രമ വാർത്ത കൂടി വരുന്നുണ്ട്. അത് തൃശൂരിൽ നിന്നും തന്നെയാണ്. തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ഉടമ KP ഔസേപ്പിനെയും മകനെയും പീച്ചി പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2023 മെയ് 24-നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പീച്ചി SI ആയിരുന്ന PM രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവരെ മർദ്ദിച്ചത്. ഔസേപ്പിനെയും മകൻ പോൾ ജോസഫിനെയും സ്റ്റേഷനിൽ എത്തിച്ചാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ മർദ്ദിച്ചതും അപമാനിച്ചതും. 1.5 വർഷത്തെ നിയമ പോരാട്ടം ഈ വിഷയത്തിൽ അവർ നടത്തി. അതിനുശേഷം ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയെങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ അപേക്ഷ തള്ളുകയായിരുന്നു. അതിനൊടുവിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഈ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത് സൂരജ് സജ്ജിയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇപ്പോൾ വീണ്ടും ഒരു പോലീസ് അതിക്രമ ദൃശ്യങ്ങൾ പുറത്തു വരികയാണല്ലോ. ഇത് എന്ന് നടന്ന സംഭവമാണ്? ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ സൂരജ് ഇതുവരെ? ഉന്മേഷ്, കുന്നംകുളത്ത് നടന്ന പോലീസ് അതിക്രമത്തിന് പിന്നാലെ ഇപ്പോൾ പീച്ചി പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2023 മെയ് 24-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫണ്ട്സ് ഹോട്ടൽ ഉടമയായിട്ടുള്ള KP ഔസേപ്പിനെയും ഔസേപ്പിന്റെ മകൻ പോൾ ജോസഫ് എന്നിവരെ ഈ പീച്ചി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഹോട്ടലിലെ ഭക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ഈ പീച്ചി SI ആയിരുന്ന PM രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഇവർ ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ വിട്ടുകിട്ടുന്നതിന് വേണ്ടി പലതവണ അപേക്ഷ നൽകി. ആ സമയത്തൊക്കെ മാവോവാദി ഭീഷണി, അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്ന ദൃശ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ദൃശ്യങ്ങൾ കൈമാറാൻ കഴിയില്ല എന്ന വാദമുഖങ്ങളായിരുന്നു ഈ പോലീസ് ഉയർത്തിയത്. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് ശേഷമാണ് ഈ ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായത്. 1.5 വർഷത്തെ നിയമപോരാട്ടം എടുത്തു ഈ ദൃശ്യങ്ങൾ ലഭിക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഈ കുറ്റക്കാർക്കെതിരെ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായില്ല. ഈ മർദ്ദിച്ച SIയെ കൂടി പ്രതി ചേർക്കാൻ ഔസേപ്പ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തും ഒരു തീരുമാനമായിട്ടില്ല. നിലവിൽ ഈ ഔസേപ്പ് അടക്കം പറയുന്നത് ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന അതിന്റെ ഭീകരത മനസ്സിലായിട്ടും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, ഈ SIക്കെതിരെ നടപടി ഉണ്ടാകാതെ പോയതിലുള്ള ഒരു പ്രതിഷേധം ഇവരും രേഖപ്പെടുത്തുന്നുണ്ട്. ഉന്മേഷ്, സൂരജ്, ഇപ്പോൾ ഈ രണ്ടുപേരുടെ മുഖത്തടിക്കുകയാണല്ലോ SI. ഇക്കാര്യത്തിലെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും ഇവർ ഈ മർദ്ദനം കാണിച്ചും ഈ ദൃശ്യങ്ങൾ നൽകിയും പരാതി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ സൂരജ്? ഉന്മേഷ്, ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഇവർ പരാതി നൽകിയതാണ്. പക്ഷെ ആ പരാതിയിന്മേൽ കാര്യക്ഷമമായ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒടുവിലാണ്, അതായത് ദൃശ്യങ്ങൾ നൽകുന്നതിന് വേണ്ടി പലതവണ ഈ വിവരാവകാശ കമ്മീഷനെ അടക്കം സമീപിക്കുന്നു. അങ്ങനെ വിവരാവകാശ നിയമപ്രകാരം നൽകിയ പരാതിയിൽ പലതവണ അപ്പീലടക്കം നൽകിയതാണ്. പക്ഷെ അപ്പീലടക്കം നൽകിയെങ്കിൽ പോലും അതെല്ലാം ഈ മാവോവാദി ഭീഷണിയും അതോടൊപ്പം തന്നെ മറ്റ് സ്ത്രീ സുരക്ഷാ വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് തള്ളുകയായിരുന്നു. പിന്നീടാണ് ഇവർ മനുഷ്യാവകാശ കമ്മീഷനെ തന്നെ ഇടപെട്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നത്. അതിലാണ് ഈ ദൃശ്യങ്ങൾ ഇവർക്ക് വിട്ടുകിട്ടുന്നത്. ഈ മകനെ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ മുഖത്ത് മാറി മാറി അടിക്കുന്നുണ്ട്. മകനെ സെല്ലിലടക്കം അടച്ചു എന്നുള്ളതാണ് നമുക്ക് ഇവരുമായി സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത്. അങ്ങനെ മകനെ സെല്ലിൽ അടച്ചടക്കം ഭീഷണിപ്പെടുത്തി ഈ ഇത്തരത്തിൽ ഇവരെ അപമാനിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യമിട്ടത്. മർദ്ദനത്തിനൊപ്പം അപമാനിക്കാനുമുള്ള ശ്രമം നടന്നു. മകനെ ഈ സെല്ലിനകത്ത് പോലും അടച്ചു, അത്തരത്തിൽ ഭീഷണിപ്പെടുത്തി. അതായത് ഭക്ഷണത്തെ ചൊല്ലിയുണ്ടായ ഒരു തർക്കം, ആ തർക്കത്തിലാണ് ഈ പീച്ചി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. SI ആയിരുന്ന PM രതീഷാണ് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ രതീഷിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയത്. പക്ഷെ അവരാരും തന്നെ ഈ പരാതി ഗൗരവത്തിലെടുത്തില്ല. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥനെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഔസേപ്പ് ഇപ്പോൾ ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസെടുക്കുന്ന വിഷയമല്ല. പക്ഷേ ഈ തുടർച്ചയായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. CCTV ക്യാമറകളടക്കം പോലീസ് സ്റ്റേഷനിലുണ്ട്. പക്ഷേ അതൊന്നും എവിടെയും പരിശോധിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ തുടർച്ചയായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. കുന്നംകുളത്തടക്കം ഈ സംഭവം, ഇതിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ തന്നെ അവർക്ക് ആ CCTV ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പക്ഷെ ആ CCTV ക്യാമറകളിൽ ഒരു നിരീക്ഷണം, എന്താണ് ഈ സ്റ്റേഷനിൽ നടക്കുന്നതെന്ന് ഈ മേൽത്തട്ടിൽ നിന്ന് ഒരു നിരീക്ഷണം ഉണ്ടാകുന്നില്ല. ശരി സൂചി, ഏതായാലും ഇപ്പോൾ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ അത് പുറത്തു വന്നിട്ടുണ്ട്. ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അവർ നീതി തേടി. പക്ഷേ ഇതുവരെയും നടപടിയൊന്നുമായിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുമെന്നാണ് അറിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.